ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമല്ലേ? ഏവർക്കും സന്തോഷത്തിന്റെയും വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു ദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സകല വിശുദ്ധരുടെയും തിരുനാൾ കൊണ്ട് നാം ലക്ഷ്യമാക്കേണ്ടത്? ഒന്ന്, സ്വർഗത്തിൽ അനേകം വിശുദ്ധരെ സ്വീകരിച്ച് അവരെ മഹത്വപ്പെടുത്തുന്ന നല്ല ദൈവത്തോട് നന്ദിയും മഹത്വവും പ്രകടിപ്പിക്കുക. 2, അവർ ജീവിതത്തിൽ സൂക്ഷിച്ച സുഹൃതങ്ങൾ സ്വന്തമാക്കുക. 3, അവരുടെ ജീവിത മാതൃക അനുകരിക്കുക. 4, അവർ കടന്നുപോയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനം തകരാതിരിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അവർ പകർന്നു നൽകിയ ചില സന്ദേശങ്ങളുണ്ട്, അവർ അനുഭവിക്കുന്ന സ്വർഗ സൗഭാഗ്യമുണ്ട്. ഇവയൊക്കെ ചിന്തിക്കുകയും അവയെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധരുണ്ട്, അല്ലാത്ത അനേക വിശുദ്ധരുമുണ്ട്. എല്ലാത്തിനും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വെളിപാട് 7:16 വിശുദ്ധരുടെ സൗഭാഗ്യത്തെ കുറിച്ച് പറയുന്നില്ലേ? അവർക്ക് വിശപ്പോ ദാഹമോ ഇല്ല, അവരുടെ കണ്ണീർ മിഴികളിൽ നിന്ന് ദൈവം തുടച്ചു നീക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ സ്വർഗ സൗഭാഗ്യം സ്വന്തമാക്കാൻ നിങ്ങൾക്കും എനിക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഈ നിമിഷം വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.